ഹലോ ഫ്രണ്ട്സ്, ആത്മകഥ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി. ആത്മകഥ ജീവിതത്തിലെ അവിസ്മരണീയ സന്ദർഭങ്ങളുടെ യഥാർത്ഥ ഒരു ചിത്രമാണ്. ഹൃദയത്തെ സ്പർശിക്കുന്ന അത്തരമൊരു ആത്മകഥയാണ് ഏകാന്ത് ശ്രീവാസ്തവന്റെ ഭൂമി ഒരു സ്ലേറ്റിന്റെ പേരിൽ എന്നർത്ഥം വരുന്ന ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹെ എന്ന ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ള പിതാവിന് ഭൂമി വിൽക്കേണ്ടി വരുന്നത്, അതായത് തൻ്റെ മകളെ കല്യാണം കഴിച്ചു വിടും, ഭയങ്കര കഷ്ടപ്പാടൊക്കെയാണ്. അപ്പോൾ ഭൂമി വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. പിതാവിൻ്റെ വേദനകൾക്ക് കവിതാരൂപമായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിതാവിൻ്റെ കൃഷിസ്ഥലം വെറും ഭൂമിയല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം വിൽക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ ഹൃദയത്തെ പോലെയാണ് ഭൂമിയെയും നോക്കുന്നത്. രജിസ്ട്രേഷൻ്റെ കടലാസിൽ ഒപ്പുവെക്കുമ്പോൾ തന്നെ പിതാവിന് നനഞ്ഞ മണ്ണിൻ്റെ ഒരു സുഗന്ധമാണ് ഓർമ്മയിൽ വന്നത്. മാത്രമല്ല, തൊലിപോയ കാൽമുട്ടിൽ പൊടിയുടെയും രക്തത്തിൻ്റെയും ഓർമ്മയാണ് വരുന്നത്. പിന്നെ ഇതിൽ പറയണത് മഴ പെയ്തില്ലാതാകുന്ന മേഘം, അതായത് മേഘങ്ങൾ മഴ പെയ്യിപ്പിക്കുന്നു, പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ മേഘത്തിന് ഒരർത്ഥമില്ല. അതേപോലെ മഴ പെയ്തില്ലാതാകുന്ന ഒരു മേഘം പോലെയാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. മാത്രമല്ല, ഭൂമി സ്വപ്നം പോലെയാണ് കാണുന്നത്. സ്വന്തം കണ്ണുകളും നനഞ്ഞ കണ്ണുകളോണ്ടാണ് ഇയാൾ ഭൂമിയെ കാണുന്നത്. അത്രയും വിഷമാണ് ഇയാൾക്ക് ഭൂമി വിൽക്കുമ്പോൾ. സ്വന്തം കൃഷിസ്ഥലത്തോട് ഇദ്ദേഹത്തിന് വളരെയധികം ബന്ധമായിരുന്നു. ഒരാളുടെ ഹൃദയം മനസ്സിലാക്കുന്നത് പോലെയാണ് ഭൂമിയോട് അത്രയും അടുപ്പം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. 30 अप्रैल को मेरी तदर्थ सेवा समाप्त कर दी गई और मैं बारिया बिस्तर समेट कर अम्मा सहित बिलासपुर आ गया था. 30 എന്ന് വെച്ചാൽ 30. അപ്പോൾ ഏപ്രിൽ 30-ന് ഞാൻ താൽക്കാലികം ജോലി, തദർത്ത് എന്ന് വെച്ചാൽ താൽക്കാലികമായ ഒരു ജോലിയാണ്. അപ്പോൾ താൽക്കാലികമായ ജോലി സമാപ്ത് കർത്തി, കംപ്ലീറ്റ് ആയി. അദ്ദേഹത്തിൻ്റെ ജോലി കംപ്ലീറ്റ് ആയതിനു ശേഷം ബോരിയ ബിസ്തർ, അതായത് സാധനങ്ങളും കിടക്കയും കട്ടിലും ഇതെല്ലാം എടുത്ത് സമേട്കർ അമ്മ സഹിത് ബിലാസ്പൂർ ആകയാത്ത. സമേട്കർ എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക, എടുക്കുക, കൂടെ കൊണ്ടുപോകാം. അമ്മയുടെ കൂടെ ബിലാസ്പൂരിലേക്ക് എത്തിയെന്ന്. ചോട്ടാബായി ഗുഡു ലിവാനെ ആയാത്ത, എൻ്റെ ചെറിയ അനുജൻ ഗുഡു ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിരുന്നു. സാമാൻ ലാനെ മേ അക്കേലെ മുझे കഠിനായി ന ഹോ. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുപോകേണ്ട ഇത് വരില്ല. അതുകൊണ്ടാണ് അനുജൻ വന്നത്. സാമാൻ ലാന ഇസ്ലിയെ ജറൂരി താക്കി അഗ്ലേ വർഷ പുൻ സാക്ഷാത്കാർ മേ ചുൻ ഹി ലിയാ ജാവൂ ഇസ്കി ഗ്യാരണ്ടി നഹി തി. സാമാൻ ലാന ഇസ്ലിയെ ജറൂരി താ എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ എടുക്കാൻ നിർബന്ധമായിരുന്നു. ജറൂരി തി കാരണം എന്താ, അഗ്ലേ വർഷ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം ഇൻ്റർവ്യൂ ഉണ്ടാകുന്ന സമയത്ത് സെലക്ട് ആവോ ഇല്ലേ എന്നൊരു ഉറപ്പില്ല. ചുന്ന് വെച്ചാൽ സെലക്ട് ആവുക. അപ്പോൾ ഇസ്കി ഗ്യാരണ്ടി നഹീത്ത, അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ കൊണ്ടുവന്നു. എനിക്കൊരു ഉറപ്പില്ല ഞാൻ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവുമോ ഇല്ലേന്ന്. ബിലാസ്പൂർ കെ ഘർ മേ താല ലഗാക്കർ, ബിലാസ്പൂരിലെ വീട് പൂട്ടി വരികയാണ് തിരിച്ച്. താല എന്ന് വെച്ചാൽ ലോക്കിട്ട് സാരാ പരിവാർ ഗാവ് പഹുഞ്ച. ഒരു ബിലാസ്പൂർ അവിടുന്ന് വില്ലേജിലേക്ക് വരികയാണ്. ഗാവ് എന്ന് വെച്ചാൽ വില്ലേജ്. അവരുടെ ഗ്രാമത്തിൽ, ഒരു ബിലാസ്പൂരിൻ്റെ വീട് പൂട്ടി ഗ്രാമത്തിലേക്ക് വരികയാണ്. അർസെ കെ ബാദ് ഗാവ് കെ ഘർ കി ലിപ്പായി പുതായി കി ഗയി, അതായത് കുറേ നാളുകൾക്ക് ശേഷം, അർസെ എന്ന് വെച്ചാൽ ഒരുപാട് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം അവരുടെ ഗ്രാമത്തിലുള്ള വീട്ടിൽ വൃത്തിയാക്കാൻ തുടങ്ങി. അതായത് അടിച്ച് തുടച്ച് പൂശുക അങ്ങനെയൊക്കെ പറയട്ടെ. അതേപോലെ ലിപ്പായി പുതായി ക്ലീൻ ആക്കുക എന്നാണ് കംപ്ലീറ്റ് അർത്ഥം. അപ്പോൾ ക്ലീൻ ആക്കുമായിരുന്നു. ബഹുത് ദോഡ് ബാഗ് കെ ബാഗ് ജമീൻ കാ ഖരീദാർ മില. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഭൂമി വിറ്റ് വാങ്ങാൻ ഒരാളെ കിട്ടിയതെന്ന്. 12,000 പ്രതി ഏക്കർ കി ദർ സെ ജേസാ കി അനുമാനത്ത, അതായത് ഭൂമിക്ക് ശരിക്കും 12,000 റുപ്പീസ് കിട്ടുമായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു നികുതി, അതായത് രൂപം. കുച്ച് ഓർ ഖീമത്ത് ആസക്തി തി മഗർ മസ്ബൂരി കാ ഫായദ സബി ഉട്ടാത്തെ ഹെ. അതായത് അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ്. അത്ര വലിയ പൈസ അദ്ദേഹം കിട്ടിയില്ല. ശരിക്കും 12,000 റുപ്പീസ് കിട്ടേണ്ടടുത്ത് കിട്ടിയത് വളരെ കുറച്ച് പൈസയാണ്. ഇതിനെന്തോ ശരിക്കും ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ഇയാൾക്ക് എന്തായാലും ഈ ഭൂമി വിൽക്കണമെന്ന് നിർബന്ധമാണ് ഈ അച്ഛന്. പക്ഷേ ഭൂമി വിൽക്കാൻ ആരെയും കിട്ടിയില്ല. ലാസ്റ്റ് ഒരാളെ കിട്ടിയത് അദ്ദേഹത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാൾക്കും ഇത്ര പൈസക്ക് തരാൻ പറ്റില്ല. അപ്പോൾ അയാൾ കുറവാണ് തന്നത്. അപ്പോൾ ഈ അച്ഛന് കിട്ടിയ കാശ് ഭയങ്കര കുറവാണ്. 12,000 കിട്ടുന്നിടത്ത് അതിനേക്കാളും കുറവ് കിട്ടി. അപ്പോൾ ഇതിലൊരു ലാഭവും കിട്ടിയിട്ടില്ല ശരിക്കും. അതാണ് ഇത് പറയണത്. ഹമാരെ പാസ് സമയനത്ത, മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ സമയം ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് വിൽക്കാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. എന്താ കാരണം, ഷാദി കി തയ്യാറിയാൻ ഷുരു കർണിത്തി, ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെ തിരക്കും അതിൻ്റെ ഒരുക്കങ്ങളും ചെയ്യണമായിരുന്നു. ഭവിഷ്യ നിധി സേ ബി കുച്ച് 1000 റുപ്പയെ പിതാജി നിക്കാൽ ലായതേ, അതായത് പ്രൊവിഡൻ്റൽ ഫണ്ട് അതിൽ നിന്നും അച്ഛന് കുറച്ച് പൈസ എടുത്തുകൊണ്ട് പോയിരുന്നു. ദീദി ബഹുത് ഭാവുക് ഹോ ഗയി തി ഓർ ബാത് മേ റോ പടി തി,
അതായത് ചേച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു, മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വിങ്ങി വിങ്ങി കരച്ചിലും കൂടി ഉണ്ടായിരുന്നു എന്ന്. മണ്ഡപ് ലഗ ദിയ ഗയാത്ത, മണ്ഡപവും ഒരുക്കി കഴിഞ്ഞിരുന്നു. ഷാദി കെ കാർഡ് ചപ് ഗയെ, കല്യാണ കത്ത് പോലും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. മെഹ്മാൻ ആനെ ലഗെ, മെഹ്മാൻ എന്ന് വെച്ചാൽ ഗസ്റ്റുകളും വന്നു കഴിഞ്ഞു. ഹൽദി തേൽ ചുടാനെ ഷുരു ഹോ ഗയ, ഹൽദി തേൽ എന്ന് വെച്ചാൽ മഞ്ഞളും ചന്ദനവും, ഇതൊക്കെ തേച്ച് കല്യാണ പെണ്ണിൻ്റെ മേത്ത് തേച്ച് കഴിഞ്ഞിരുന്നു. हम सब व्यवस्था से संतुष्ट थे पर मन जैसे अभी से खाली खाली और उदास थे. ഞങ്ങൾക്ക് ഈ വ്യവസ്ഥയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തുഷ്ടരാണ്, അതായത് ഈ ചടങ്ങൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തുഷ്ടരാണ്. പക്ഷേ കാലി അതായത് ഞങ്ങളുടെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ശൂന്യമായിരുന്നു. ഞങ്ങളുടെ മനസ്സ് മൊത്തം ശൂന്യവും ഉദാസ്ത, അതായത് ഭയങ്കര വിഷമവും ആയിരുന്നു. जो उपस्थित था उसकी अनुपस्थिति अभी से दिल में ഗർ കർ ഗയി തി. ഉപസ്ഥിത് എന്ന് വെച്ചാൽ പ്രസൻസും അനുപസ്ഥിത് എന്ന് വെച്ചാൽ ആബ്സൻസും ആണ്. അതായത് ഇപ്പോൾ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിലും അത് വിൽക്കുകയാണ് ഞങ്ങൾ, പക്ഷെ വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതിൻ്റെ ഒരു വിഷമം, ആ വിഷമം അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും കൂടാരം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടെങ്കിലും പിന്നെ അത് അന്യരുടേതാണ്. അപ്പോൾ ആ ഒരു വിഷമം എപ്പോഴും ദിൽ മേ ഗർ കർ ഗയി തി, കൂടാരം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ജിസ് ദിൻ ജമീൻ കി രജിസ്ട്രി ഹോനി തി, എപ്പോഴാണോ ഭൂമിയുടെ രജിസ്ട്രേഷൻ വന്നത്, ഉസ്കെ ഏക് ദിൻ പഹലെ പിതാജീനെ മുझे अपने साथ खेत चलने को कहा, എപ്പോഴാണോ ഭൂമിയുടെ രജിസ്ട്രേഷൻ വരുന്നത് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു ആ വയലിൽ കൂടെ ഒന്ന് പോകണമെന്ന്. കേത്ത് എന്ന് വെച്ചാൽ വയലാണ്. ഗർ മേ മെഹ്മാൻ തേ ഓർ വിവാഹ സംബന്ധിച്ച് ജറൂരി കാമ്പി, വീട്ടിലാണെങ്കിൽ ഗസ്റ്റുകളും ഉണ്ട്, മാത്രമല്ല കല്യാണ ചടങ്ങും കല്യാണത്തിൻ്റെ തിരക്കുമായിട്ട് ഭയങ്കര പണിയുമായിരുന്നു. മേ ഇസ് അപ്രത്യാശിത് പ്രസ്താവ് സെ കുച്ച് ചക്കിത് ഹുവ, ഈ അപ്രതീക്ഷിതമായ ഒരു പ്രസ്താവന കേട്ടിട്ട് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു എന്ന്, അത് കേട്ടപ്പോൾ അതിശയപ്പെട്ടു അല്ലെങ്കിൽ അമ്പരന്നു. ഏക് ദോ ദിൻ ബാദ് കബി ചലേങ്കെ പിതാജി കുച്ച് ഫുർസത്ത് മേ അബി തോ, അപ്പോൾ ഈ മോൻ അച്ഛനോട് പറയാണ്, ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് പോയാൽ പോരെ, അതും ഇടവേളകളൊക്കെ കിട്ടുമ്പോൾ, അതായത് ഇപ്പോൾ കല്യാണ ചടങ്ങിലെ തിരക്കൊക്കെ അല്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് നിർത്തി. കൽ രജിസ്ട്രി കെ ബാദ് ബസ് ജമീൻ അപ്നി കഹാ രഹ് ജായേഗി, അപ്പോൾ നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഭൂമി നമ്മുടെ സ്വന്തം ആവില്ലല്ലോ, അത് മറ്റുള്ളവരുടേതാണ് ഇനി മുതൽ. ഫിർ ദൂസറോ കി ജമീൻ മേ ക്യാ ജാന, പിന്നെ ആ അന്യരുടെ ഭൂമിയിൽ നമുക്ക് പോകേണ്ട എന്താവശ്യമുണ്ട്. വേ ധീരെ സേ ബോല, അച്ഛൻ പതുക്കെ പറഞ്ഞു. യേ വാക്യ മുझे ആഹത് കർ ഗയ, ഈ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് മുറിവേൽപ്പിച്ചു. ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഉൻകി പീഡ മേ സമജ് രഹാ താ, അദ്ദേഹത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി. മുझे ഖുദ് ബഹുത് അച്ഛാ നഹി ലഗ് രഹാ താ, എനിക്ക് നല്ലൊരു ഇത് തോന്നി, അതായത് ഞാൻ സന്തുഷ്ടമായില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാന്ന്. കേത്തോ മേ പഹുഞ്ച് കർ വേ സൂര്യാസ്ത് തക് ഉൻ കേത്തോ മേ ടഹൽത്തെ രഹേ ജോ ബിക്നെ വാലേത്തെ, അതായത് വിൽക്കാൻ പോണ ആ ഭൂമി അവിടെ എത്തിയപ്പോൾ കേത്തോ മേ പഹുഞ്ച് കർ, അവരവിടെ വയലിലെത്തി. അപ്പോൾ വിൽക്കാൻ പോണ ആ സ്ഥലം സൂര്യാസ്തമം വരെ ടഹൽത്തെ രഹേ, സൂര്യാസ്തമം വരെ അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു എന്ന്. വേ ഖാമോഷ് തേ, അച്ഛൻ ഭയങ്കര സൈലൻസ് ആയിരുന്നു. കുച്ച് ബോൽ നഹി രഹേ തേ, ഒന്നും മിണ്ടുണ്ടായിരുന്നില്ല. മഗർ ഉൻകെ ഭീതർ ക ഹാഹാക്കർ മേരി സമജ് മേ ആ രഹാ താ, പക്ഷേ അദ്ദേഹത്തിൻ്റെ തേങ്ങൽ എനിക്ക് നന്നായി അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മേനെ ജുക്ക് കർ മിട്ടി കോ ചുവാ ചുപ് ചാപ്പ് പിതാജി കെ ദേക്കെ ബഗേർ, ഞാനും മിണ്ടാണ്ട്, അത് അച്ഛൻ അറിയാണ്ട് ഞാൻ പതുക്കെ ആ മണ്ണ് കയ്യിലെടുത്ത് നോക്കി. क्या ज़मीन एक स्लेट का नाम है जिस पर हमारे बचपन की कविता लिखी है, या शायद एक फूल का नाम है जिसकी रंग में हमारे रक्त की चमक है, അതായത് ഭൂമി എന്താ ചെറുപ്പത്തിൽ കവിതകൾ എഴുതി പഠിച്ച ഒരു സ്ലേറ്റിൻ്റെ പേര് മാത്രമാണോ, അതോ നമ്മുടെ രക്തത്തിൻ്റെ തിളക്കമുള്ള പൂവിൻ്റെ പേരാണോ. അഗ്ലേ ദിൻ രജിസ്ട്രി തക് പിതാജി ഖാമോഷ് രഹേ, പിറ്റേ ദിവസം വരെ രജിസ്ട്രേഷൻ സമയം വരെ പിതാജി അച്ഛൻ ഭയങ്കര സൈലൻസ് ഉണ്ടായിരുന്നു. ബസ് ഹൂ ഹാ കർത്തേ ഹുവേ, ചുമ്മാ മൂളിക്കൊണ്ടിരുന്നുള്ളൂ. മെഹ്മാനോ കെ സാമനെ ബി ഔപചാരികത നിബാന കഠിൻ ഹോ ഗയാ താ, അതായത് ഗസ്റ്റുകളെ നേരിടാൻ വരെ, ഗസ്റ്റുകളുടെ ഔപചാരികത നിറവേറ്റാൻ ഭയങ്കര കഷ്ടമായിരുന്നു, അത്രയും വിഷമമായിരുന്നു. ഖൈഷ് ഗിൻകർ ലേ ലിയാ ഗയ, അവിടെ രജിസ്ട്രേഷൻ്റെ അവിടെ എത്തിയപ്പോൾ ക്യാഷ് കിട്ടി, അത് കൗണ്ട് ചെയ്ത് പോയി. പിതാജി നെ രജിസ്ട്രി കെ കഗ്സാത്ത് പർ ഹസ്താക്ഷർ കർ ദിയെ, അതിൽ രജിസ്ട്രേഷൻ ഫോമിൽ സൈൻ ഇട്ട് കഴിഞ്ഞിരുന്നു. അവിടെ ഹസ്താക്ഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ചെയ്യുകയാണ്. ഓക്കെ. മേ ജമീൻ നഹി ബേച്ച്ത, അപ്പം ഇനി അച്ഛൻ പറയുന്ന വാക്കുകളാണ് അതൊക്കെ. ഞാൻ ഭൂമിയല്ല വിൽക്കുന്നത്. ബേച്ച്താഹോ ഹൃദയം, ഞാൻ എൻ്റെ ഹൃദയമാണ് വിൽക്കുന്നത്. അപ്നി ചാത്ത സേ കാട്ട്കർ, എൻ്റെ മാറിൽ നിന്നും മുറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭൂമിയാണ് വിൽക്കുന്നത്.
ജിസ് പർ ഗിർ കർ ചിലെ മേരി ഗുട്നെ. എവിടെയാണോ ഞാൻ വീണ് എൻ്റെ മുട്ടുകളിലെ തൊലി ഉലിഞ്ഞു പോയത്, ഉസ് ധൂൾ ഓർ ഇസ് രക്ത് കാ പ്യാർ, അതിൻ്റെ പൊടിയും രക്തത്തിൻ്റെ സ്നേഹവുമാണ് ഞാൻ വിൽക്കുന്നത്. ബേച്താ ഹോ പാനി മേ ഡൂബി, വെള്ളത്തിൽ നനഞ്ഞ ധാന്യങ്ങളുടെ വേരുകളുടെ സുഗന്ധവും. അപ്നി സാസോ സെ ചിൻകർ, അതായത് ശ്വാസം നഷ്ടപ്പെട്ട്. മേ പേട് കി തരഹ് കട്ട്കർ ഗിർത്താ ഹൂँ, ഒരു മുറിഞ്ഞ മരം പോലെ, ഒരു മുറിഞ്ഞ മരം ഇങ്ങനെ മുറിഞ്ഞാൽ ആ മരം വീഴും, അപ്പോൾ ഒരു മുറിഞ്ഞ മരം പോലെ ശ്വാസം ഇല്ലാണ്ട് ഞാൻ വീഴുന്നു. ദുനിയാ കെ ഹാർട്ട് മേ ബേമോൽ, അതായത് ലോകമാകുന്ന ചിന്തയിൽ ഒരു വിലയില്ലാത്ത ഒരു മേഘ് കി തരഹ് ബരസ്കർ ഹോത്താഹു കാലി, ലോകമാകുന്ന ഒരു ചന്തയിൽ വിലയില്ലാത്ത മേഘം പോലെ പെയ്തില്ലാതാകുന്നു. മേ ജമീൻ നഹി ബേച്ത, പിന്നെയും പറയണം, ഞാൻ എൻ്റെ ഭൂമിയല്ല വിൽക്കുന്നത്. ബേച്താ ഹു ആങ്കെ, രണ്ട് കണ്ണുകളാണ്. ജൽ ഓർ സ്വപ്ന സേ ബരി ഹുയി, സ്വപ്നവും വെള്ളവും കൊണ്ട് നിറഞ്ഞ. അപ്നി ദോ അദദ് ആങ്കെ, ജൽ എന്ന് വെച്ചാൽ വെള്ളം, സ്വപ്നം എന്ന് വെച്ചാൽ സ്വപ്നങ്ങൾ, അതറിയാലോ. അപ്നി ദോ അദദ് ആങ്കെ, എൻ്റെ രണ്ട് കണ്ണുകൾ. സ്വപ്നവും വെള്ളവും എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് കണ്ണുകളാണ് ഞാൻ വിൽക്കുന്നത്. ബേട്ടി കെ വിദാ ഹോനെ മേ അഭി 2-4 ദിൻ വക്ത് താ, അതായത് മകളെ യാത്ര പറഞ്ഞേക്കാൻ ഇനി ആകെ 2-4 ദിവസമുള്ളൂ. പക്ഷേ മഗർ ജമീൻ കി വിദായി ആജ് ഹി ഹോ രഹി തീ, ഭൂമിയെ വിട്ട് പിരിയണത് ഇന്ന് തന്നെ ആയിരുന്നു. പിതാജി കെ സൂക്കെ ആസുവോം കോ കോൻ ദേഖ് സക്താ താ, അച്ഛൻ്റെ ഉണങ്ങിയ കണ്ണുകൾ ആരാണ് കാണുന്നത്? കോൻ സുൻ സക്താ താ, ആര് കേൾക്കുന്നു? ഉൻകെ നിശബ്ദ വിലാപ് കോ, ആര് കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ ആ വിലാപം. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ അർത്ഥം. പിന്നെ ഈ ചാപ്റ്ററിൽ കൂടുതൽ എക്സാമിന് വരാറുള്ളത് ടിപ്പണി എഴുതാൻ വരാറുണ്ട്. പിന്നെ ഇതിലെ ലേഖകൻ്റെ പേര് വരും, ഏകാന്ത് ശ്രീവാസ്തവാണ്, അദ്ദേഹത്തിൻ്റെ പേര് വരാറുണ്ട്. പിന്നെ ചില സമയത്ത് തന്നെ ജമീൻ ഏക് സ്ലേറ്റ് കാ നേം ഹൈൻ്റെ ആത്മകഥ തന്നെ എഴുതാൻ പറയും. അതായത് ഈ മനസ്സിലായ ഈ ലെസൻ്റെ ഒരു ആത്മകഥ, ഇതിലുള്ളത് എന്താ അതൊക്കെ എടുത്തെഴുതുക, അതിലുള്ള ഇമ്പോർട്ടൻസും അതൊക്കെ എടുത്തെഴുതുക. ടിപ്പണിയിൽ ഇത് മനസ്സിലായ സമ്മറി അതൊക്കെ നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.